11ാം ദിവസവും ഷിരൂരിൽ അർജുനായ ഗംഗാവലി പുഴയിൽ തിരച്ചിലാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരച്ചിലിനായി കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കും. തിരച്ചിൽ വിലയിരുത്തുന്നതിനായി കേരളത്തിൽ നിന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിൽ എത്തും. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ ആലത്തൂരും ആനന്ദ് പുതൂരും ചേരുന്നുണ്ട്. ആദ്യം ആനന്ദിലേക്കാണ്. ആനന്ദ്, തിരച്ചിൽ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? കാലാവസ്ഥ എങ്ങനെയുണ്ട്? എന്തെങ്കിലും പോസിറ്റീവായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അവിടെ നൽകാനുണ്ടോ? പോസിറ്റീവായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്തരത്തിലൊന്നും നൽകാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് നേരത്തെ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീണ്ടും തിരൂരിൽ മഴ ആരംഭിച്ചിരിക്കുന്നു. അതായത് അല്പസമയം മുമ്പ് പോലെ വെയിൽ വിറ്റിരുന്ന ഒരു പ്രദേശത്താണ് ഈ 5 മിനിറ്റ് ശേഷം വീണ്ടും കനത്ത മഴ തുടങ്ങിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നതും ഈ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരിതം എന്ന് പറയുന്നതും. നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്ത്, അതായത് ഇപ്പോൾ ഈ അർജുന്റെ ടാങ്കർ കണ്ടെത്തിയെന്ന് നമ്മൾ പറയുന്നത്, അതായത് കഴിഞ്ഞ ദിവസം ലഭിച്ച സൂചനയിൽ വിശ്വസിക്കുന്ന ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 6 നോട്ടിക്കൽ മൈൽ ദൂരെയുള്ള ഒരു പ്രദേശമാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഏകദേശം 3 നോട്ടിക്കൽ മൈൽ ദൂരം വരെയാണ് അത്തരത്തിൽ സൈന്യത്തിന് ഇറങ്ങി പരിശോധിക്കാവുന്ന ഒരു സംവിധാനമുള്ളത് എന്നാണ് ഈ സൈനിക വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഇപ്പോൾ അതിന് ഇരട്ടിയോളം താഴേക്ക് പോകേണ്ടി വരുന്ന ഒരു സാധ്യത, ഒരു സാഹചര്യം. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നതും. ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ചില സാഹചര്യ തകരാറുകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു മഴ ഇപ്പോൾ തന്നെ പെയ്തു തോന്നിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ തിരച്ചിൽ എന്തായാലും തുടരും. ഡ്രോൺ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് പുഴക്കരയിൽ നിന്ന് 60 മീറ്റർ ദൂരെയാണ് ഈ ലോറി കിടക്കുന്നുണ്ട്, അതിന് ട്രക്ക് കിടക്കുന്നുണ്ടെന്ന് പറയുന്ന 11ാം ദിവസവും അർജുനായുള്ള തിരച്ചിൽ നടക്കുകയാണ് ഗംഗാവലി പുഴയിൽ. പക്ഷേ അടിയൊഴുക്ക് ഇപ്പോഴും ശക്തമാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നലത്തെ പോലെ തന്നെ ഇന്നും പുരോഗമിക്കുന്നു. മനുഷ്യ സാന്നിധ്യം ഇന്നലെയും അങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ലോഹത്തിന്റെ സിഗ്നലുകൾ ലഭിച്ചു എന്നുള്ളതല്ലാതെ ഇന്നും മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അർജുനെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും രക്ഷാദൗത്യത്തിലൂടെ അല്ലെങ്കിൽ തിരച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. തിരച്ചിലിനായി കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. തിരച്ചിൽ വിലയിരുത്തുന്നതിനായി ഇന്ന് 11ാം ദിവസമാണ്. കേരളത്തിൽ നിന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിൽ എത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ബോട്ട് ഇറങ്ങി നാവികസേനാംഗങ്ങൾ, പക്ഷേ വലിയ ഒഴുക്കാണ്. നമുക്കത് പുഴയുടെ മീതെയുള്ള ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാകും. വലിയ ഒഴുക്കാണ്. അടിയൊഴുക്ക് അത്രയും ശക്തമായിരിക്കുന്ന സാഹചര്യം. മാത്രമല്ല ഓറഞ്ച് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ഇനിയും ശക്തമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അടിയൊഴുക്ക് ഇനി കുറയുമോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിദഗ്ധരോടൊക്കെ ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അടിയൊഴുക്ക് കാരണം മുങ്ങൽ വിദഗ്ധർക്ക് എത്രയും പരിശീലനം ലഭിച്ചവരാണെങ്കിൽ പോലും അവർക്ക് പുഴയ്ക്ക് അടിത്തട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ റിവർ ബെഡൊക്കെ നിർമ്മിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ തടയണ കെട്ടാൻ ശ്രമിക്കുമെന്നൊക്കെ പറയുന്നെങ്കിലും അടിയൊഴുക്ക് ഇതിനെ ഒന്നും സാധ്യമാക്കാത്ത ഒരു പശ്ചാത്തലമാണ് ഇപ്പോഴും. ഇന്നും അത് തന്നെയാണ് അവിടെ നിന്ന് കാലാവസ്ഥയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോ ഡ്രോണിൻ്റെ ബാറ്ററികൾ നിന്ന് ഡൽഹിയിൽ നിന്ന് എത്തിച്ചിരുന്നു. ഉച്ചയോടുകൂടി തന്നെ അതിൻ്റെ പറക്കലൊക്കെ തിരച്ചിലിനായി അത് ആരംഭിച്ചിരുന്നു. ഇന്നും ഈ ഡ്രോൺ പരിശോധന പുരോഗമിക്കുന്നു. മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. തിരച്ചിലിനായി ഇനിയും കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കും എന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്നേക്ക് 11ാം ദിവസം എന്തായാലും പുഴക്കടിയിൽ ലോറിയുണ്ട് എന്ന വിവരം, ഈ ഭാരത് ബെൻസിൻ്റെ ട്രക്കുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ തൊട്ട് തന്നെ പ്രത്യാശ വീണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് മുങ്ങൽ വിദഗ്ധർക്കും തിരച്ചിൽ നടത്താൻ പറ്റാത്ത ഒരു പശ്ചാത്തലം. വിവരങ്ങൾ നൽകാൻ ആനന്ദ് തുടരുന്നുണ്ട്. ആനന്ദ് പറഞ്ഞോളൂ. ലക്ഷ്മി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ ഈ പ്രദേശത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് എന്തായാലും ഈ പ്രദേശത്ത് നിലവിലുള്ളത്. അല്പസമയം മുമ്പ്, അതായത് ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പ് വരെ ശക്തിയായിട്ടുള്ള അത്ര വെയിലുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഈ 10 മിനിറ്റിന് ശേഷം കനത്ത മഴ പെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ പരിശോധന, അതായത് ഈ ദൗത്യസംഘത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. മാറി മറിയുന്ന കാലാവസ്ഥ, ശക്തമായിട്ടുള്ള കുത്തൊഴുക്ക്. ഇത് തന്നെയാണ് ഒരുപക്ഷെ ഈ നേവി സംഘങ്ങൾക്ക് ഈ അടിയിലേക്ക് ചെന്നുകൊണ്ട് പരിശോധന നടത്താനുള്ള പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ഏതായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ലോറി കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് 6 നോട്ട് താഴെയാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ
മനുഷ്യസാധ്യമായിട്ടുള്ള തിരച്ചിൽ എന്ന് പറയുന്നത്, അതായത് പുഴയിലിറങ്ങിക്കൊണ്ടുള്ള മനുഷ്യസാധ്യമായിട്ടുള്ള തിരച്ചിൽ എന്ന് പറയുന്നത് ഏതാണ്ട് 3 നോട്ട് മൈൽ ദൂരമാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഒരുപക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നേവി നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും അതാണ് ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഏതാണ്ട് പൂർണ്ണമായും ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. പുഴയിൽ നിന്ന് 60 മീറ്റർ ദൂരെ 5 അടി താഴെയാണ് ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 4 സ്പോട്ടുകളാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കണ്ടെത്തിയത്. അതിൻ്റെ 3ാമത്തെ സ്പോട്ടിലാണ് ഈ ട്രക്ക് ഉള്ളത് എന്നാണ് മേജർ ഇന്ദ്രപാൽ സൂചിപ്പിച്ചത്. അത് മാത്രമല്ല ഈ പുഴയുടെ ഏറ്റവും അടിത്തട്ടിലാണ് ഈ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടത്തിലുള്ള പുരോഗതി ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ നേവി സംഘം, ഈ ഡീപ് ഡൈവേഴ്സ് സംഘം ഇതിൽ മുങ്ങിക്കൊണ്ടുള്ള പരിശോധന നടത്തണം. പക്ഷേ അതിന് ഇപ്പോഴും സാധിക്കുന്നില്ല. ഈ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്ക് എത്തുന്നതിന് കൂടി താഴേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന ഇപ്പോഴും സാധ്യമല്ല. എന്തായാലും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ അറിയാൻ സാധിച്ചത് ഈ പുഴയുടെ കുത്തൊഴുക്ക് കൂടുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ട്രക്കുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഒരുപക്ഷെ അത് വീണ്ടും ഒഴുകി പോകാനുള്ള ഒരു സാധ്യത എന്തായാലും സൈന്യം തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലൊരു പരിശോധന നടത്തിക്കൊണ്ട് പുഴയിൽ നിന്ന് 60 മീറ്റർ ദൂരെ എന്നുള്ള ഒരു സ്ഥലത്ത് കൃത്യമായിട്ടുള്ള ആ ട്രക്കുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ഇത്തരത്തിലുള്ള അടിയൊഴുക്കിന്റെ ഭാഗമായിക്കൊണ്ട് ട്രക്ക് നീങ്ങിയിട്ടുണ്ടോ, അതായത് സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം എന്തായാലും സംശയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനത്തിന് ശേഷം പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ പ്രദേശത്തേക്ക് നേവിക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കുക. എന്തായാലും ഇത്തരത്തിൽ ട്രക്ക് ഇന്ന് കണ്ടെത്തിയാൽ കൂടി ഈ അടിയൊഴുക്ക് കുറയാതെ ഒരു കാരണവശാലും ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അവിടെ അവശേഷിക്കുകയാണ്. ഈ സ്ഥലത്തെ ആളുകളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് ഈ ഗംഗാവലിപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കുത്തൊഴുക്ക് കുറയുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം. കണ്ടർക്കാരന്റെ അത്രയും തന്നെ ശക്തമായതുകൊണ്ട് തന്നെ തിരച്ചിൽ ദുഷ്കരമാകുന്നു എന്ന് വെച്ചാൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. അതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് പ്രതിസന്ധി സൃഷ്ടിച്ചത്.